ശ്രീമാത്രേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അയ്യപ്പ രഹസ്യ തത്വങ്ങൾ. നമുക്കറിയാം, മലയാളികളെ സംബന്ധിച്ച് എന്നും അഭിമാനത്തോടെ നമുക്ക് ലോകമെമ്പാടുമുള്ള മലയാളികൾ എന്നും അഭിമാനത്തോടെ ചിന്തിക്കുന്ന ഒരു വാക്കാണ് അയ്യപ്പൻ എന്നുള്ളത്. സത്യങ്ങൾ, മിഥ്യകൾ, അതിഭാവുകത്വങ്ങൾ, വൈചിത്ര്യങ്ങൾ എല്ലാം ചേർന്ന ഒരു മഹാവിശേഷമാണ് അയ്യപ്പ തത്വം എന്ന് പറയുന്നത്. അഥവാ നമുക്ക് അയ്യപ്പ രഹസ്യം എന്ന് തന്നെ പറയാം. രഹസ്യം എന്ന് പറഞ്ഞാൽ പലർക്കും അറിയില്ലാത്ത സത്യം എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ. അനേകം മുഖങ്ങളും ശീലങ്ങളും ആചാരങ്ങളും നിലനിൽക്കുന്ന ധർമ്മശാസ്ത്ര ചരിതത്തിൽ നിന്നും ഈ നമ്മുടെ ആധ്യാത്മിക സത്യങ്ങളെ വേർതിരിച്ചെടുക്കുന്നത് വളരെ ക്ലേശകരമാണ്. അയ്യപ്പ തത്വം പോലെ ഇത്രയും വൈവിധ്യമുള്ള മറ്റൊരു ദേവനും ഇല്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല, അനേകം പേരുടെ ജിജ്ഞാസയും അന്വേഷണവും ഈ അയ്യപ്പ രഹസ്യങ്ങൾക്ക് പുറകിലുണ്ട്. വിമർശകർക്കും ആക്ഷേപകർക്കും നിഷേധികൾക്കും മാത്രമല്ല, ഭക്തർക്കും വിശ്വാസികൾക്കും മലയാള മണ്ണിൽ ജനിച്ച ഓരോ വ്യക്തിക്കും അറിയേണ്ടതാണ് അയ്യപ്പ തത്വങ്ങൾ. അജ്ഞാനമാകുന്ന ഇരുട്ടിനെ മാറ്റി അറിവിന്റെ പ്രകാശം പ്രചരിപ്പിക്കുക എന്ന ഒരു എളിയ കർത്തവ്യമാണ് ഞാൻ ഈ അയ്യപ്പ തത്വ രഹസ്യങ്ങളിലൂടെ അനാവരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വിശ്വമോഹിനിയായിരിക്കുന്ന സാക്ഷാൽ ജഗദംബികയുടെ പരാശക്തിയുടെ ശ്രീചരണങ്ങളിൽ ഈ വാക്കുകൾ ഞാൻ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഭഗവാന്റെ അയ്യപ്പന്റെ എല്ലാ 18 പടിയിലെ തത്വങ്ങൾ താന്ത്രികമായിട്ട് അതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കണു എല്ലാത്തിൻ്റെയും. കാരണം ഒരു മലയാളി അയ്യപ്പ ദർശനം ചെയ്യുമ്പോൾ അവന് പൂർണ്ണമായി ഇരിക്കുന്ന തത്വമസി മഹാവാക്യത്തിൽ ലയിക്കാനുള്ള ആ 18 തത്വങ്ങളെ വിശദമായി അറിഞ്ഞ് നമ്മൾ ഇനി ഭാവിയിൽ നമുക്ക് അയ്യപ്പനെ ദർശിക്കാൻ പോകുമ്പോൾ ഈ പൂർണ്ണത നമ്മളിൽ ഉണ്ടാവട്ടെ, അതിനുള്ള ഒരു എളിയ സമർപ്പണമാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഭഗവാന്റെ എല്ലാ തലങ്ങളിലും സ്പർശിച്ച് വേണം നമുക്ക് പോകാൻ. കാരണം അയ്യപ്പൻ എന്ന് പറയുന്നത് മലയാളിയുടെ മാത്രമല്ല, ലോകത്തെമ്പാടും അനേകം ജാതി മത ഭേദമന്യേ കാണാൻ വരുന്ന ഒരു മഹാശക്തി വിശേഷമാണ് അയ്യപ്പൻ എന്ന് പറയുന്നത്. മലയാളികളുടെ അഭിമാനവുമാണ്. നമുക്ക് ആ അയ്യപ്പ തത്വത്തെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കാം. അതിന് ദേവി പൂർണ്ണമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ശ്രീ ഭൂതാദിവായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്നെ ശാസ്ത്ര പ്രചോദയാ. ഇത് ഭഗവാന്റെ ഗായത്രി മന്ത്രമാണ്. ശാസ്ത ഗായത്രി എന്ന് പറയും. ആദ്യമായി നമ്മൾ അറിയാൻ പോകുന്നത് നമ്മളെ 18 പടികള് ആണ് ഭഗവാന്റെ സോപാനങ്ങൾ എന്ന് പറയാറുണ്ട്. ആ 18 പടികളെ ബേസ് ചെയ്ത 18 വിഷയങ്ങൾ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. ആരാണ് ഭഗവാൻ, ഭഗവാന്റെ വിവിധ മുഖങ്ങൾ എന്തൊക്കെ, ഇതൊക്കെയാണ് നമ്മൾ അറിയാൻ പോകുന്നത്. ആദ്യമായിട്ട് മലയാളികൾക്ക് തന്നെ ഇന്നും അറിഞ്ഞുകൂടാത്ത ഒരു സത്യമുണ്ട്. അയ്യപ്പനും ധർമ്മശാസ്താവും ഒന്നാണോ? ഇല്ലേ? പലർക്കും അറിയില്ല. ചിലർ ധർമ്മശാസ്താവ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 ഭാര്യമാരോട് കൂടിയിരിക്കുന്ന സങ്കല്പമുണ്ട്. അതേസമയം അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ നൈഷ്ഠിക ബ്രഹ്മചാരിയുമാണ്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ആ ഒരു വ്യത്യാസം ആരാണ് അയ്യപ്പൻ, ആരാണ് ധർമ്മശാസ്താവ്, നന്നായിട്ട് മനസ്സിലാക്കി വേണം നമ്മൾ ഭഗവാനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനുള്ളത്. കൈവല്യധാമമായിരിക്കുന്ന ശബരിമലയെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആദ്യം ഒരാൾക്ക് ജിജ്ഞാസ ഉണർത്തുന്ന സംഗതി ഇത് തന്നെയാണ്. അയ്യപ്പനും ധർമ്മശാസ്താവും എന്ന് വിളിക്കുന്ന അവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടതാണ്. പ്രതിഷ്ഠാ സങ്കല്പമാണിത്. അയ്യപ്പനും ധർമ്മശാസ്താവും ഒരാൾ തന്നെയാണോ അതോ ഭിന്നമാണോ? വളരെ ഏറെ പേർക്കും ഇന്നും സംശയമുള്ളതാണ് ഈ വസ്തുത. പരമ പ്രാധാന്യം അർഹിക്കുന്നതുകൊണ്ട് ആദ്യമേ തന്നെ നമുക്കിത് വ്യക്തമാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാം. അയ്യപ്പൻ എന്ന വാക്ക് തികച്ചും ദക്ഷിണ ഭാരതീയമാണ്. തമിഴ് ഭാഷയിൽ അയ്യ അതായത് വലിയവൻ എന്ന പദപ്രയോഗത്തിൽ നിന്നാണ് അയ്യപ്പ എന്ന ശബ്ദം നമ്മുടെ ഭാഷയിലേക്ക് കൂടി വന്നത്. എന്നാൽ ധർമ്മശാസ്താവ് എന്ന പദം തീർത്തും സംസ്കൃതമാണ്. ഇത് വെറും സാധാരണ വ്യത്യാസം മാത്രം. ഈ വ്യാവഹാരികമായിട്ടുള്ള അർത്ഥത്തിൽ വരുമ്പോൾ അയ്യപ്പനും ധർമ്മശാസ്താവും ഭിന്നം തന്നെയാണ്. എപ്രകാരം എന്ന് പറഞ്ഞാൽ, മണികണ്ഠൻ എന്ന ഓമന പേരുള്ളവനും ശിവന്റെയും വിഷ്ണുവിന്റെയും തിരുമകനുമായിരിക്കുന്ന അയ്യപ്പൻ ഏതൊരു ഭാരതീയനും ഇന്ന് സുപരിചിതനാണ്, അല്ലെ? അപ്പൊ ഈ മണികണ്ഠൻ ചെയ്തിട്ടുള്ള അവതാര ലീലകൾ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അവസാനം ഇന്നത്തെ ശബരിമല നിരകൾക്ക് മുകളിൽ ഏകാന്ത സ്ഥാനത്ത് ധ്യാനനിരതനായി ഇരുന്നരുളുന്ന ചരിത്രം വാസ്തവത്തിൽ വളരെ അനുഭൂതിദായകം തന്നെയാണ്. ഇന്നും മലയാളികൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ മേൽപ്പറഞ്ഞ മണികണ്ഠനാണ് മലയാളികളുടെ മനസ്സിലുള്ള അയ്യപ്പൻ.
ജടാവൽക്കലങ്ങൾ ധരിച്ച് യോഗപട്ടവും ചിന്മുദ്രയുമായിരിക്കുന്ന അയ്യപ്പനും പൂർണ്ണ, പുഷ്കല എന്നീ പേരുകളുള്ള 2 പത്നിമാരോടൊപ്പം രാജഭാവത്തിൽ ഇരിക്കുന്ന ധർമ്മശാസ്താവും. വാസ്തവത്തിൽ പ്രകടമായ ഭിന്നത്വം ഉണ്ട് ഇത് രണ്ടും തമ്മിൽ. മണികണ്ഠന് ധർമ്മശാസ്ത്രവുമായിട്ട് സമന്വയമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മാത്രമല്ല, തന്ത്രശാസ്ത്രങ്ങളിൽ വളരെ അപൂർവമായി മാത്രം പ്രതിപാദിച്ചിരിക്കുന്ന ധർമ്മശാസ്താവിന്റെ ധ്യാന, മന്ത്ര, ഗായത്രി ഇത്യാദികൾ ഉപയോഗിച്ച് മണികണ്ഠ സ്വാമി ധർമ്മശാസ്ത്ര സങ്കല്പത്തിൽ തന്നെ പൂജകൾ നടത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? കാരണം എല്ലാ അയ്യപ്പ ഭക്തന്മാര് മാത്രമല്ല മലയാളികൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. ശാസ്ത എന്ന പേര് ആധികാരികമായ ഒരു മന്ത്രഗ്രന്ഥത്തിൽ, അതായത് മന്ത്ര മഹോദധി പോലെയുള്ള ഗ്രന്ഥത്തിൽ ശൈവാത്മകമായിരിക്കുന്ന ഒരു ദേവനെ പരാമർശിച്ചാണ് കാണുന്നത്. അതായത് കുതിരയെ വാഹനമാക്കിയവനും വനത്തിൽ വേട്ട നടത്തി ആനന്ദിച്ചിരിക്കുന്നവനും ഉച്ച സമയത്ത് ദാഹജലം ആഗ്രഹിച്ചിരിക്കുന്നവനും 3 കണ്ണുള്ളവനും ഭൂതഗണങ്ങളെ കൊണ്ട് ചുറ്റപ്പെട്ടവനുമായിരിക്കുന്ന ആളായിട്ടാണ് ശാസ്താവിനെ ധ്യാനിച്ചിരിക്കുന്നത്. ഗോപ്താവ് തുടങ്ങിയ 8 ഗണങ്ങളും ഇദ്ദേഹത്തിനെ ആവരണം ചെയ്ത് നിൽക്കുന്നുമുണ്ട്. വാസ്തവത്തിൽ ഇതാണ് ശാസ്താവെന്നും ധർമ്മശാസ്താവെന്നും നാം വിളിക്കുന്ന ആ ദേവസ്വരൂപം. പുരാണങ്ങളിൽ നമുക്കറിയാം ശിവഭൂതഗണങ്ങളിൽ ഒരാളായിട്ട് ഒരു ശാസ്താവുണ്ട്. നമ്മുടെ ഭാഷയിൽ അത് ചാത്തൻ എന്ന ശാസ്താവിനെയാണ് നമ്മൾ ചാത്തൻ എന്ന പേരിൽ വിളിക്കപ്പെടുന്നത്. അപ്പൊ ഈ ഓം ഭൂതാദിപായ വിദ്മഹേ മഹാദേവായ ധീമഹി തന്ന ശാസ്ത്ര പ്രചോദയാത്, ഇതാണ് ശാസ്താ ഗായത്രി എന്ന മന്ത്രം. അപ്പൊ ഇതിന്റെ അർത്ഥം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ശാസ്താവ് പൂർണ്ണനായിട്ടും ശിവസ്വരൂപമാണ്. അത് നമുക്ക് വളരെ വ്യക്തമാണ്, അല്ലെ? അപ്പൊ ശിവസഹസ്രനാമത്തിൽ ശാസ്താവ് എന്നൊരു പേര് ശിവനുണ്ട്. നമ്മുടെ നാട്ടിലെ വളരെ പ്രസിദ്ധമായിരിക്കുന്ന വേട്ടയ്ക്കൊരു മകനും മുമ്പ് പ്രസ്താവിച്ച ശാസ്താവും സാദൃശ്യമുള്ളതായിട്ട് നമുക്ക് കാണാം. ശാസ്താവിന്റെ വാഹനം കുതിരയാണെന്നും കയ്യിൽ ദണ്ഡ് ധരിച്ചിട്ടുള്ളതുമാണ് നമുക്ക് കാണാം. വേട്ടയ്ക്കൊരു മകന്റെ രൂപത്തോട് നന്നായി ചേരുന്നുണ്ട് ഇത്. ഇപ്പൊ ശബരിമല ക്ഷേത്രം പരിശോധിച്ചാൽ ധ്വജത്തിനു മുകളിൽ വാഹനമായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത് കുതിരയെ തന്നെയാണ്. അയ്യപ്പൻ അഥവാ മണികണ്ഠൻ പുലിപ്പുറത്ത് സഞ്ചരിച്ചതായിട്ട് പരക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. കുതിരപ്പുറത്ത് വരുന്ന മണികണ്ഠനെ കേരളത്തിൽ അത്ര പരിചയമില്ല. കാരണം അകത്തെ പ്രതിഷ്ഠാദേവന്റെ യഥാർത്ഥത്തിലുള്ള വാഹനമായിരിക്കും വെളിയിൽ കൊടിമരത്തിൽ വയ്ക്കാറ്. ശിവന് കാളയാണ്, വിഷ്ണുവിന് ഗരുഡനാണ്, മുരുകന് മയിലാണ്. അപ്പൊ അവിടെ അയ്യപ്പന്റെ ധ്വജത്തിൽ വെച്ചിരിക്കുന്നത് കുതിര തന്നെയാണ്. അപ്പൊ വളരെ പ്രത്യക്ഷത്തിൽ സാമ്യം തോന്നാത്തതാണ് അയ്യപ്പനും ശാസ്താവും തമ്മിലുള്ള താരതമ്യം. എന്നാൽ നമുക്ക് മൂലമന്ത്രം പരിശോധിക്കുകയാണെങ്കിൽ ക്രും നമപരായ ഗോപ്ത്രേ, ഇതാണ് ശബരിമലയിലെ മൂലമന്ത്രം ബിംബപൂജയ്ക്ക് ഉപയോഗിക്കുന്നത്. ഈ മന്ത്രത്തിലെ ഘ്രൂം എന്നത് അശ്വവാഹനത്തെയാണ് കാണിക്കുന്നത്. ഗോപ്ത്രേ എന്നുള്ളത് ഭൂതഗണങ്ങളിൽ ഒരാളുടെ പേരായിട്ടും വരുന്നു. അപ്പൊ ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ശിവഭൂതഗണങ്ങളിൽ ഒരാളാണ് ഒരാളാണത്. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഏറ്റവും വ്യക്തമാകുന്നത് ശബരിമലയിൽ ഇപ്പോൾ പൂജാർത്ഥം സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളത് ശാസ്താവിന്റെ രൂപഭാവങ്ങൾ തന്നെയാണ്. അപ്പൊ ഇത് അയ്യപ്പൻ അഥവാ മണികണ്ഠനുമായി താദാത്മ്യം പ്രാപിച്ച് പറഞ്ഞു കേൾക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മന്ത്രശാസ്ത്ര പ്രകാരം ഏതാണോ പ്രതിഷ്ഠയിലെ ധ്യാന രൂപം അത് തന്നെയായിരിക്കണം മന്ത്രസ്വരൂപവും. അല്പം മാറിയാൽ അത് മറ്റൊരു സ്വരൂപമായിട്ട് മാറും. അങ്ങനെ ഇരിക്കെ ഇത്ര പ്രകടമായി ശാസ്താ സങ്കല്പം അയ്യപ്പനായും അയ്യപ്പൻ ശാസ്താ സങ്കല്പത്തിന് ആരാധിക്കപ്പെടുന്നതിന്റെയും സാങ്കത്യം എവിടെയാണെന്ന് നമുക്ക് നോക്കണം. ശാസ്താവ് എന്ന പദത്തിലെ ശാസ് എന്ന പ്രയോഗം അധികാരത്തിനെ കുറിക്കുന്നതാണ്. നിയോഗിക്കപ്പെടുക, ഏർപ്പെടുക അതിനൊക്കെ അധികാരപ്പെട്ടയാൾ എന്നാണ് ശാസ്ത എന്ന പദത്തിന് അർത്ഥം. അപ്പൊ ധർമ്മശാസ്താവ് എന്ന് പറയുമ്പോൾ ധർമ്മ മര്യാദകളെയും നീതികളെയും ഏർപ്പെടുത്തിയ ആളെന്നോ പ്രകടിപ്പിച്ചിട്ടുള്ള ആളെന്നോ നമുക്ക്, അല്ലെങ്കിൽ അതിനെ പുനഃസൃഷ്ടിച്ച ആളെന്നോ ഒക്കെ നമുക്ക് പറയാം. ദൃഷ്ടാനാം ധർമ്മഹീനാനാം ശാസ്യത്യായസ്തു ഭൂതലെ ധർമ്മശാസ്ത്ര ഇതി പ്രോക്തം. ഇത് അയ്യപ്പ ചരിത്രത്തിൽ പറയുന്നതാണ്. ഈ പ്രാചീന ഗ്രന്ഥങ്ങളിലെല്ലാം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദുഷ്ടന്മാരെയും ധർമ്മമില്ലാത്തവരെയും ശാസനം നടത്തുന്നവൻ എന്ന അർത്ഥമാണ് ഇതിൽ വരുന്നത്, അല്ലെ? അതുകൊണ്ടാണ് ധർമ്മശാസ്താവ് എന്ന് പറയുന്നത്. മാത്രമല്ല എല്ലാ തരത്തിലും വൈദികമായാലും പൗരാണികമായാലും താന്ത്രികമായാലും ശാസ്ത്ര എന്ന ശബ്ദം ഒരു അധികാര പ്രമാണത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതറിയുകയും നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു ന്യായാധിപനെ നമുക്ക് ശാസ്താവ്, അല്ലെ, വേത്താവ് എന്നൊക്കെ നമുക്ക് വിളിക്കാം.
ഏത് യുഗത്തിലും ഏത് കാര്യങ്ങൾക്കും ഒരു അധികാരി ഉണ്ടായിരിക്കും. പണ്ട് നമ്മളെ രാജ്യം ഭരിക്കുന്ന കാലത്ത് ആരാണ്? രാജാവായിരുന്നു അല്ലെ? ഇന്ന് രാജ്യം ഭരിക്കുന്നത് ജനപ്രതിനിധികളാണ്. അപ്പൊ ഏത് സ്ഥാപനത്തിനും ഒരു മേലധികാരിയുണ്ട്. ഇപ്പൊ വീടിന് ഗൃഹനാഥനുണ്ട് ഇല്ലേ? അതുപോലെ ആശ്രമങ്ങളിൽ ഗുരുവോ ആചാര്യനോ ഉണ്ടായിരിക്കും. ക്ഷേത്ര കാര്യങ്ങൾക്ക് പുരോഹിതന്മാര്, കോടതിയിലെ ന്യായാധിപൻ. ഇങ്ങനെ എല്ലാ ധർമ്മനീതികൾക്കും ഈശ്വരീയതകൾക്കും അധികാരിയായിട്ട് ഇന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിക്കാറുണ്ട് ഇല്ലേ? പണ്ട് കുലഗുരുക്കന്മാര്, ദേശഗുരുക്കന്മാര്, രാജഗുരുക്കന്മാര്, ജഗത് ഗുരുക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. നമുക്കറിയാം, പുരാണങ്ങളിൽ അത് വളരെ പ്രസിദ്ധമാണ്. അത് പഴയ ഒരു കാലം. അന്ന് ഗുരുക്കന്മാരും വിജ്ഞാനികളും രാജാക്കന്മാർക്കും അവ നടപ്പാക്കുന്നവരുമായിരുന്നു. എന്നാൽ കാലാന്തരത്തിൽ ഒന്നുകിൽ നല്ല ഗുരുക്കന്മാരുടെ അഭാവം ഉണ്ടാകുമ്പോഴോ അതല്ലെങ്കിൽ അത് നടപ്പാക്കിയ നല്ല രാജാക്കന്മാരുടെ അഭാവം ഉണ്ടാകുമ്പോഴോ ചില പ്രതിസന്ധികൾ വന്നു ചേരും. അപ്പൊ ജ്ഞാനവും അധികാരവും ഒരാളിൽ തന്നെ കേന്ദ്രീകരിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അതൊരു വിശ്വസത്യമാണ്. ഇപ്പൊ പ്രപഞ്ചത്തിന്റെ ഭദ്രമായ നിലനിൽപ്പിനും നിലനിൽപ്പ് അതിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ചാതുർവർണ്ണ്യം എന്ന ആ ഒരു ഭദ്രമായ സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടായിരുന്നത്. ഇന്ന് അത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിന് ബ്രാഹ്മണൻ ഈശ്വരോപാസകനും ധർമ്മജ്ഞാനിയുമായിരിക്കണം, ക്ഷത്രിയൻ ഈ ധർമ്മജ്ഞാനത്തെ ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് രാജ്യം ഭരിക്കുകയും ചെയ്യണമെന്നുള്ള വ്യവസ്ഥിതി ഉണ്ടായത് അതുകൊണ്ടാണ്. എന്നാൽ മാത്രമേ ജ്ഞാനത്തിനും അധികാരത്തിനും അതിൻ്റെതായിട്ടുള്ള പൂർണ്ണത കിട്ടുള്ളൂ. ഈ മേൽപ്പറഞ്ഞ ഒരു ദുരവസ്ഥ സംജാതമാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ജ്ഞാനവും അധികാരവും ഒരുപോലെയുള്ള ആരെങ്കിലും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇപ്പൊ പ്രപഞ്ചത്തിൽ ജ്ഞാനവും അധികാരവും യാതൊരാളിലാണോ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? നമുക്ക് ചിന്തിക്കാം ഇല്ലേ? സംശയമൊന്നുമില്ലാതെ നമുക്ക് പറയാം, ഈശ്വരനിലാണ് ഇത് രണ്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അമൂർത്തമാണ് അല്ലെ? അപ്പോൾ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് അദ്ദേഹം കാലാകാലങ്ങളിൽ അവതരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ ഓരോ അവതാരങ്ങളും ഒരേ സമയം ആധ്യാത്മിക ജ്ഞാനവും ധാർമ്മികമായിട്ടുള്ള നീതികളും പ്രകടിപ്പിക്കുന്നുമുണ്ട്. അവതാരങ്ങളുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്ന് ഇത് തന്നെയാണ്. ഏത് അവതാരത്തെ എടുത്താലും നമുക്കിത് കാണാം. ഒരേ സമയം ജ്ഞാനത്തിന്റെ മൂർത്തികളാണ്, അതേസമയം സമ്പൂർണ്ണ അധികാരത്തിന്റെ കേന്ദ്രസ്ഥാനങ്ങളുമാണ്. ഇപ്പൊ അവതാരം നമുക്ക് അറിയാം, രാമാവതാരം രാജാവാണ് അല്ലെ? കൃഷ്ണാവതാരം തീർത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ മ്ലേച്ഛന്മാരുടെ രാജാക്കന്മാരെ പരശുരാമനും കൽക്കിയും വധിക്കുന്നുണ്ട്. അപ്പൊ ഈ രാജാക്കന്മാരുടെ അധികാരവും അവരുടെ സ്വമേധയാ ചേർന്നില്ലേ? നമുക്ക് ഹിരണ്യകശിപുവിനെ നോക്കാം. ഹിരണ്യകശിപുവിനെ നരസിംഹം വധിച്ചു ഇല്ലേ? ഇപ്പൊ മഹാബലിയാണെങ്കിലോ സർവസ്വവും വാമനന് സമർപ്പിച്ചു. ഇപ്പൊ രണ്ടിടത്തും അവതാരങ്ങളും രാജാധികാരമുള്ളവരുമായിരുന്നു അല്ലെ? ഇങ്ങനെയാണ് ഈശ്വര അവതാരങ്ങൾ സന്നിഗ്ധ ഘട്ടത്തിൽ ജ്ഞാനത്തെയും അധികാരത്തെയും ഒരുപോലെ പ്രകടിപ്പിക്കുന്നത്. അവരെ എല്ലാം നമ്മള് ധർമ്മശാസ്താവ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അവർക്ക് ശേഷം അഥവാ അവരാൽ ജ്ഞാനധർമ്മങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുന്നു. വീണ്ടും വീണ്ടും ആചാര്യനും രാജാവും എന്ന പരമ്പര തുടരുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു സന്നിഗ്ധ ഘട്ടത്തിലാവണം ദക്ഷിണദേശത്തിൽ ജ്ഞാനവും അധികാരവും ആ ഒരു അപഭ്രംശം സംഭവിച്ചപ്പോൾ അതിനുവേണ്ടി ഈശ്വരന്റെ ഒരു ധർമ്മശാസ്ത്ര അവതാരം ഉണ്ടായത്. കാലഘട്ടത്തിന്റെ ആവശ്യകത അനുസരിച്ച് അതിന് നിയോഗിക്കപ്പെട്ടത് ശൈവ വൈഷ്ണവ തേജസ് ആണെന്ന് മാത്രം. സാധാരണ അവതാര പുരുഷൻ ശ്രീ വിഷ്ണുവാണ് അല്ലെ? നമ്മൾ സാധാരണ കാണാറുണ്ട്. ശ്രീ ശങ്കരൻ ഒരു തവണ രണ്ടുപേരും ചേർന്നായിരുന്നു എന്ന് മാത്രം. ഇപ്പൊ പിതാവിന്റെ സംജ്ഞയിലാണ് സന്താനത്തിന് സ്ഥാനം കൊടുക്കേണ്ടത്. അപ്പൊ ശിവപുത്രനായതുകൊണ്ട് ശൈവ കുടുംബത്തിലെ അംഗമായിരിക്കുന്ന ശാസ്താവിനെ പരിഗണിക്കുന്നു. അങ്ങനെ നമ്മൾ പറയപ്പെടുന്നുണ്ട്. ഈ ഭൂതഗണാധിപൻ എന്ന പേരില് ഭഗവാൻ അയ്യപ്പ സ്വാമി ആവിർഭവിച്ചു. അപ്പൊ കുറച്ചുകൂടി നമ്മൾ സൂക്ഷ്മമായിട്ട് എളുപ്പ വഴിയിൽ നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ, ശൈവ സങ്കല്പത്തിലെ ഒരു പുത്രൻ ലോകത്തിലെ എല്ലാ പണ്ഡിത ഗണങ്ങളുടെയും അധിപതിയായി, അതായത് ഗണപതി അല്ലെ? മറ്റൊരു പുത്രൻ ലോകത്തിലെ സമസ്ത സേനകളുടെ അധിപതിയായി, അതാണ് കാർത്തികേയൻ, സുബ്രഹ്മണ്യൻ. അതുപോലെ ഒരു ശിവപുത്രൻ സമസ്ത ഭൂതങ്ങളുടെയും, അതായത് ശിവന്റെ സംഘത്തിലുള്ള ഭൂതങ്ങൾ മാത്രമല്ല, ലോകത്തിൽ ജനിക്കപ്പെട്ട എന്തിനേയും നമ്മൾ ഭവിച്ചതിനെല്ലാം ഭൂതം എന്നുള്ള വാക്കുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. അധിപതിയായിട്ട് വന്ന ആളാണ് ശ്രീ ഭൂതനാഥൻ എന്ന അയ്യപ്പൻ. അപ്പൊ ഈ പേരില് ധർമ്മശാസ്താവ് ഇതേ പേര് തന്നെയാണ് അറിയപ്പെടുന്നത്. ഈ ധർമ്മശാസ്താവ് അവതാര കർമ്മം നിറവേറ്റുവാൻ മാനുഷിക ഭാവങ്ങളെ സ്വീകരിച്ച് ഒരു രാജകുടുംബത്തിലെ അംഗമായി തീർന്നു. അപ്പൊ ഈ പൂർവ്വ രഹസ്യം വിസ്തരിച്ചറിയാതെ തന്നെ നാം വാത്സല്യ ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തെ മണികണ്ഠൻ എന്ന പേരിൽ വിളിച്ചു.
കാലക്രമത്തില് വലിയവനെന്നും മഹാപിതാവെന്നുമുള്ള അർത്ഥത്തില് സ്വാമി അയ്യപ്പൻ എന്ന് ആദരപൂർവ്വം വിളിച്ചു. ഗുരുവിന് പിതൃസ്ഥാനമാണ് അല്ലെ. വലിയവൻ എന്നുള്ള ഒരു അർത്ഥവും ഉണ്ട്. അയ്യൻ എന്ന് പറഞ്ഞാൽ വലിയവൻ, അപ്പൻ എന്ന് പറഞ്ഞാൽ പിതാവ്, അപ്പൊ അയ്യപ്പൻ. അപ്പൊ മണികണ്ഠൻ രാജഭാവത്തിലാണ് അവതാര ലീലകൾ പ്രകടിപ്പിച്ചത്. സർവ്വ ദുഷ്ടജനങ്ങളെയും അമർച്ച ചെയ്യുകയും ചെയ്തു. അപ്പൊ ഒരു ചക്രവർത്തിയുടെ എല്ലാ അധികാരവും മണികണ്ഠൻ അധികാരങ്ങളും മണികണ്ഠനിൽ സ്വമേധയാ ചെന്ന് ചേർന്നു എന്നർത്ഥം. അപ്പോ ഈ പാളയത്തിലെ പട അഥവാ തന്റെ കൊട്ടാരത്തിലെ ഉപജാപ സംഘങ്ങളെ എതിർവാ മൊഴിയില്ലാതെ നിശബ്ദനാക്കാൻ തന്റെ യോഗബലം കൊണ്ട് പുലിപ്പുറത്ത് പാലുമായി എത്താൻ കഴിഞ്ഞു അദ്ദേഹത്തിന്. അങ്ങനെ സമസ്ത പ്രതിദ്വന്ദ്വികളെയും വിജയിച്ചപ്പോൾ മണികണ്ഠൻ വാസ്തവത്തിൽ രാജാവ് തന്നെയായി, മാത്രമല്ല അവതാരവുമായി തീർന്നു. അങ്ങനെ ഒരു രാജാവ് ജീവിക്കുകയല്ല അയ്യപ്പൻ, ഒരു രാജാവായിട്ട് ജീവിക്കുകയല്ല അയ്യപ്പൻ ചെയ്തത്. ആ ഒരേ സമയം ഭൗതിക സാമ്രാജ്യത്തിന്റെയും ആധ്യാത്മിക സാമ്രാജ്യത്തിന്റെയും ഉടമയായി തീർന്നു അദ്ദേഹം. അദ്ദേഹം തന്റെ ഭൗതികത വിട്ട് ആധ്യാത്മിക സാമ്രാജ്യത്തിലേക്ക് മടങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലെ. അങ്ങനെയാണ് അദ്ദേഹം ശ്രീ ശബരീശനും സ്വാമി അയ്യപ്പനുമായിട്ട് മാറിയത്. ഇതാണ് ഇന്നത്തെ ബിംബ പ്രതിഷ്ഠയിൽ നമ്മൾ കാണുന്നത്. ഇനി അദ്ദേഹത്തിന് വളരെ എന്താ പറയാ, വളരെ നമ്മൾ കേട്ടിട്ടുള്ള കുറെ നാമങ്ങളുണ്ട്. എന്താണ്? ഹരിഹരസുതൻ, ശാസ്താവ്, ശ്രീഭൂതനാഥൻ, മണികണ്ഠൻ, ധർമ്മശാസ്താവ്, ശബരീശൻ, അയ്യൻ, എല്ലാ പേരുകളും ഇദ്ദേഹത്തെ ഈ മേൽപ്പറഞ്ഞ വിവരണത്തിലൂടെ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു മാലയിൽ കൊരുത്ത മണികൾ പോലെ മനോഹരമായിരിക്കുന്ന ആ ഒരു ഏകാത്മകത നമുക്ക് മനസ്സിലാവും. ആരാണ് ഹരിഹരസുതൻ? ലോകത്ത് ആ ആധ്യാത്മിക ധാർമ്മിക മര്യാദകളെ പുനഃസ്ഥാപിക്കാൻ അവതാരങ്ങൾ ഉണ്ടാവണം, അവതരിക്കാൻ കാരണം വേണം. കാരണങ്ങൾ നിമിത്തങ്ങളായിട്ട് രൂപപ്പെടുന്നത് കാരണങ്ങളാണ് നിമിത്തങ്ങളായിട്ട് രൂപപ്പെടുന്നത്. ഇക്കുറി അവതാരം ശിവനിൽ നിന്നാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ശിവൻ യോഗീശ്വരനാണ്. സ്വാഭാവികമായ രീതിയിൽ ശിവന് സ്വയം അവതരിക്കുകയോ സന്താനത്തെയോ ശിഷ്യനെയോ പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ആകയാൽ അതിന് മതിയായ കാരണങ്ങൾ ഉണ്ടാവണം. അത് വിഷ്ണുമായയിലൂടെ സാധ്യമാകണം അല്ലെ. അതിനാണ് മോഹിനിയുടെ ആവിർഭാവം ഉണ്ടാകുന്നത്. ശിവൻ അത് കാണാൻ മോഹമുണ്ടായി എന്നും മോഹം ആഗ്രഹമായി പരിണമിച്ചതും പിന്നെ സന്താന ഉത്പാദനം നടന്നതും ഈ രീതിയിൽ അവതാരത്തിന്റെ ആദ്യ ഭാവമാണ് ഹരിഹരസുതൻ. ഹരിയുടെയും ഹരന്റെയും പുത്രനായിട്ട് വന്നു. പിന്നെ നമ്മൾ വളരെ പ്രശസ്തമായ പേരാണ് ശാസ്താവ്. ശിവാംശമായി ജനിച്ച പുത്രന് ശിവാഭിധാനവും സ്ഥാനവും വേണം. അങ്ങനെ ഹരിഹരസുതൻ എന്തായിട്ട് മാറി? ശാസ്താവായി. അതായത് ശിവാനുചര ഗണമായി പ്രഖ്യാപിക്കപ്പെട്ടു എന്നർത്ഥം. അങ്ങനെ ദേവപദവി ലഭിച്ചപ്പോൾ ശാസ്താവിന് മന്ത്രവും ധ്യാനരൂപവും യന്ത്രവും ഗായത്രിയും ഒക്കെ ഉണ്ടായി. ഇത് തന്നെയാണ് അവിടെ ശബരീശ പൂജയിൽ ഇന്ന് ഉപയോഗിക്കുന്നതെല്ലാം തന്നെ. ഇനി ശ്രീഭൂതനാഥൻ സാധാരണ ജന്മമല്ല അദ്ദേഹത്തിൻ്റെത്. മറ്റ് ശിവസന്താനങ്ങൾ ഗണങ്ങളുടെ പതിയാണ്, സേനകളുടെ പതിയാണ്. യഥാവിധി നിയോഗിക്കപ്പെട്ടതുപോലെ ശാസ്താവിന് ഭൂതങ്ങളുടെ, അതായത് ജീവഗണങ്ങളുടെ ആധിപത്യം ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഭൂതനാഥനായിട്ട് മാറി. ഭൂതനാഥനായിരിക്കുന്ന ശാസ്താവ് രണ്ടുപേരെയും, അതായത് മൂഷികം, മയൂരം, നമുക്കറിയാം എലി ഗണപതിയുടെ വാഹനം, മയൂരം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യന്റെ വാഹനം, കുതിരയെ വാഹനമാക്കി ആയുധമായിട്ട് ദണ്ഡ് ധരിക്കുകയും ചെയ്തു. നമുക്ക് ആ ചിത്രം നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഇനി എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് മണികണ്ഠൻ എന്നുള്ള പേര് കിട്ടിയത്? ഈ അവതാര ലക്ഷ്യത്തോടെ ശിവാംശമായി ജനിച്ച ഹരിഹരസുതനും ഭൂതനാഥനുമായിരിക്കുന്ന ശാസ്താവ് അവതാര ലക്ഷ്യം പൂർണ്ണമായി ഭൂമിയിലെ ഒരു രാജകുടുംബം തെരഞ്ഞെടുത്തു. അവിടെ നിയോഗിക്കപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. രാജാവ് കണ്ടെടുത്തതെന്ന് മാത്രമല്ല, അവിടേക്ക് ശിവൻ ശാസ്താവിനെ നിയോഗിച്ചതായിട്ടും കഥയിലെ പക്ഷാന്തരം ഉണ്ട്. അവിടെ മുതൽ മണികണ്ഠൻ എന്ന ഓമന പേരിലാണ് സ്വാഭാവികമായിട്ട്, അതായത് രാജാവ് നൽകിയ പേരാകാം, അല്ലെങ്കിൽ ശിവഗണങ്ങൾക്കെല്ലാം പൊതുവെ കഴുത്തിൽ അണിയുന്ന ഒരു നാഗഹാരമോ നാഗമോ നാഗരത്നമോ, അതായത് രത്നം എന്ന് പറഞ്ഞാൽ മണി ഉണ്ടായിരിക്കുമെന്ന് അർത്ഥം. അപ്പൊ ഇതിൽ ഏതാണെന്ന് നമുക്കറിയില്ല. ഭാഷയിൽ സാധാരണ പൂജാമണിയാണ് നമ്മൾ മണി എന്ന് പറയാറുള്ളത്. പക്ഷെ ഈ മണി കഴുത്തിൽ ധരിച്ചതായിട്ട് മണികണ്ഠനെ ചിത്രീകരിക്കുന്നത് തെറ്റാണ്. കാരണം നമ്മൾ പറയുന്ന മണികണ്ഠന്റെ മണി മലയാള ശബ്ദമാണ്, കണ്ഠം സംസ്കൃതമാണ്. അപ്പൊ നാദമുള്ള മണിക്ക് ഖണ്ഡ എന്നാണ് സംസ്കൃത പദം വരുന്നത്. അപ്പൊ ജന്മന അത്തരം ശബ്ദമണിയെ ദേവൻ ധരിച്ചിരിക്കുന്നു. അദ്ദേഹം ഖണ്ഡാകർണൻ എന്നാണ് പറയുന്നത്. ഖണ്ഡാകർണൻ എന്ന് പറഞ്ഞാൽ ശിവന്റെ ഒരു ഭൂതഗണമാണ്. അപ്പൊ മണിയുടെ വായ് പോലെ തുറന്ന ചെവികൾ ഉള്ളത് കൊണ്ടാണ് ഖണ്ഡാകർണൻ എന്ന് പറയുന്നത്. അപ്പൊ മണികണ്ഠൻ എന്ന് പറയുന്നത് മണി എന്നുള്ള സംസ്കൃത അർത്ഥത്തിൽ അർത്ഥം നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ മണി എന്ന് പറഞ്ഞാൽ രത്നം എന്നാണ് അർത്ഥം.
ഏത് രത്നം ജന്മനാ കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ടോ അദ്ദേഹം മണികണ്ഠൻ, മണികണ്ഠ രാജകുമാരൻ. അപ്പൊ സംസ്കൃതത്തെ പറയുകയാണെങ്കിൽ മണികന്ധരൻ എന്നാണ് പറയുന്നത്. അപ്പൊ കഴുത്തിൽ നാദമണി തൂക്കിയിട്ടല്ല അദ്ദേഹത്തെ അതുകൊണ്ട് പറയുന്നത്. ഇനി അടുത്തത് ധർമ്മശാസ്താവ്. കൊട്ടാരത്തിലെ ഈ ഉപജാപത്തിനും കാട്ടിലെ അധർമ്മികളെയും രാക്ഷസീയരെയൊക്കെ ഹനിച്ച് പുലപ്പുറത്ത് പാലുമായി എത്തുന്ന ഭാവം, ധർമ്മത്തെ ശാസനം ചെയ്യുന്ന ഒരാള് അല്ലെ, അത് ശരിക്കും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ധർമ്മശാസ്താവ്. ഈ ധർമ്മശാസ്താവിന് 2 ഭാര്യമാര് പറയുന്നുണ്ട്. പൂർണ്ണ എന്നും പുഷ്കല എന്നും പറയുന്ന 2 പത്നിയും സത്യകൻ എന്ന് പറയുന്ന ഒരു മകനും ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇതാണ് ശരിക്കും ശാസ്താവിന്റെ സങ്കല്പം. അപ്പൊ ധർമ്മത്തിന്റെയും അത് നടപ്പാക്കുന്ന ആളിന്റെയും നടപ്പാക്കിയ രീതിയും അതിന്റെ പരിണിത ഫലത്തെയും ആലങ്കാരികമായിട്ട് ഇത് പറഞ്ഞതാകാം. കാരണം ഭക്തിമാരും സന്താനവുമായി ധർമ്മത്തിന്റെ ലക്ഷ്യം പൂർണ്ണതയാണ്. അതുകൊണ്ട് പൂർണ്ണ എന്ന ഭാര്യ. ധർമ്മവും ജ്ഞാനവും ആചരിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നത് എന്താണ്? പുഷ്കല. പുഷ്കല എന്ന് പറഞ്ഞാൽ എന്താ? അഭിവൃദ്ധി. ധർമ്മജ്ഞാന വേദാവ് അഥവാ അതിനെ അനുസരിച്ചാൽ കിട്ടുന്നത് എന്താണ്? സത്യസ്വരൂപൻ. അതുകൊണ്ട് സത്യകൻ എന്ന മകൻ. അങ്ങനെ നമുക്ക് എടുക്കാം അതിന്റെ അർത്ഥം. ഇനി സ്വാമി അയ്യപ്പൻ. നമ്മൾ ഇനി ധർമ്മശാസ്താവിന്റെ ജ്ഞാന കാണ്ഡമാണ്. അതുകൊണ്ട് ഗുരുവായി സ്വത്വത്തെ സ്വാംശീകരിച്ച് സ്വാമിയായി സർവരിലും വലിയവനായി പ്രകാശിച്ചു. ഗുരു എന്ന് പറഞ്ഞാൽ എന്താ? ഭാരമുള്ളത്, വലിപ്പമുള്ളത് എന്നാണ് അർത്ഥം. അതേ അർത്ഥത്തിലെ നാടൻ വാക്കാണ് അയ്യൻ. അയ്യൻ അപ്പൻ ഇല്ലേ? ഇതിലെ പിതാവ് എന്നുള്ളത് അപ്പൻ എന്ന് പറഞ്ഞാൽ പിതാവ് അല്ലെ? അപ്പൊ ജന്മം തന്ന ആളെ പിതാവെന്ന് വിളിക്കുന്നത് പോലെ തന്നെ നമ്മള് ജ്ഞാനത്തിലൂടെ തനിക്കൊരു പുതിയ ജന്മം തരുന്നതുകൊണ്ട് ഗുരുവിനെ പിതാവായിട്ട് കാണാം. അപ്പൊ അങ്ങനെ അപ്പൻ എന്ന ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്വാമി അയ്യപ്പൻ. ഇനി ശബരീശൻ എന്താണെന്ന് നോക്കാം. ശ്രീ ശബരീശൻ ശബരി ശൃംഗത്തെ തന്റെ തപോഭൂമിയായിട്ട് നിവാസ സ്ഥാനമായിട്ട് ശാസ്ത്രങ്ങളെയും ജ്ഞാനപ്രമാണങ്ങളെയും വിശ്വമാനവർക്കും ദേവകൾക്കും ഋഷിമാർക്കും വ്യാഖ്യാനിച്ചു കൊടുക്കാൻ തെരഞ്ഞെടുത്ത സ്ഥാനമാണ്. അവിടെ ഈശ്വത്വം, വശ്യത്വം, പ്രാപ്തി, പ്രാകാമ്യം, അണിമ, ഗരിമ, മഹിമ, ലഘിമ ഇങ്ങനെ അഷ്ടസിദ്ധിയോടുകൂടി സ്വയം വിരാജിക്കുകയും അനുഭാവികൾക്കും ഭക്തജനങ്ങൾക്കും ഐശ്വര്യങ്ങളും ആധ്യാത്മിക ജ്ഞാനവും പ്രദാനം ചെയ്യുന്നത് കൊണ്ടും ശ്രീ ശബരീശൻ എന്നും ഭക്തർ പ്രണമിക്കുന്നു. ഇങ്ങനെ വളരെ ഏകാഗ്രതയോടെ ചിന്തിച്ചാല് ഇന്ന് വരെ പല തലത്തിൽ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്ന അയ്യപ്പ സ്വാമിയുടെ അവ്യക്ത പരിവേഷങ്ങളെ നമുക്ക് ഹൃദയപൂർവ്വം മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അത് നമ്മൾ സ്വീകരിച്ച് അതിനെ ഏകോപിപ്പിക്കണം. അതുകൊണ്ടാണ് ഈ 18 പടി 18 അർത്ഥങ്ങളായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം ഈ അയ്യപ്പ ജിജ്ഞാസ എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധയും ഭക്തിയുമാണ് അല്ലെ? അയ്യപ്പനെ കുറിച്ച് കൂടുതൽ അറിയാന്ന് പറഞ്ഞാല് അയ്യപ്പനോടുള്ള ഭക്തി, അദ്ദേഹത്തെ എങ്ങനെ ഒരു ഉപചാരം ചെയ്യണം, അങ്ങനെ ഉപാസന നടത്തണം എന്ന് അറിയുക. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ജ്ഞാനത്തിന്റെ വഴി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കണ്ടത് എന്താണ്? അയ്യപ്പനും ശാസ്താവും എന്താണ് അവരുടെ ആ ഒരു പ്രാഥമികമായിരിക്കുന്ന ലക്ഷണം എന്താണ്? അവർ രണ്ടും ഒന്നാണ്, ഈ തത്വം തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തതായിട്ട് നമ്മൾ അറിയാൻ പോകുന്നത് സ്വാമി എന്നതും ശരണം എന്നതുമാണ്. കാരണം പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കോർത്തിണക്കിക്കൊണ്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ സാധാരണ സ്വാമിയെ ശരണമയ്യപ്പ എന്നാ വിളിക്കുന്നത് അല്ലെ? സാധാരണ ഏത് വൃശ്ചിക മാസത്തിലും കേൾക്കുന്ന, കേരളത്തിൽ ഉടനീളം മുഴങ്ങുന്ന, അമ്പലങ്ങളിലാകട്ടെ ക്ഷേത്രം, ഏത് ദേവി പ്രതിഷ്ഠയാവട്ടെ, ദേവന്റെ പ്രതിഷ്ഠയാവട്ടെ, അവിടെ നമുക്ക് അയ്യപ്പ ഭക്തരെ കാണാം. അവിടെ നമ്മൾ കേൾക്കുന്ന എന്താണ്? സ്വാമിയെ ശരണമയ്യപ്പ അല്ലെ? വളരെ ശബ്ദഭംഗിയിലും ഉച്ചാരണത്തിലും വളരെ യോജിച്ചിരിക്കുന്ന വാക്കാണിത്. വാസ്തവത്തില് സ്വാമി അയ്യപ്പന്റെ സാർവജനകീയമായിട്ടുള്ള മന്ത്രം തന്നെയാണ് ഇത്, സ്വാമിയെ ശരണമയ്യപ്പ. അപ്പൊ അയ്യപ്പ എന്നുള്ള സംജ്ഞ നാം മുമ്പേ കണ്ടു കഴിഞ്ഞു. ഇനി സ്വാമിയിലേക്കും ശരണത്തിലേക്കും നമുക്ക് വരാം. സ്വാമി എന്ന മഹത്തായിരിക്കുന്ന പദം നമ്മുടെ സനാതന ധർമ്മത്തിന്റെ അനാദിയായിട്ടുള്ള ഒരു പ്രചോദനമാണ്. ഒന്നിനും മറ്റൊന്നിനോടുള്ള ആദരവ് പ്രകടമാക്കാൻ ഇത്രയും അനുയോജ്യമായിട്ടുള്ള ഒരു പദം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. കുടില് മുതല് കൊട്ടാരം വരെ, ശിശു മുതൽ സന്യാസി വരെ ഭാഷയും ദേശവും വ്യത്യാസമല്ലാതെ ഈ സംശുദ്ധ പദം പ്രചരിച്ചിട്ടുണ്ട്. എന്നാലും ഈ പദത്തിന്റെ വിശദാംശം പലരും ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. സ്വാമി എന്ന പദത്തിന്റെ പ്രകടമായിരിക്കുന്ന അർത്ഥം എന്തെന്ന് പറഞ്ഞാൽ അധിപതി, എല്ലാത്തിന്റെയും അധിപതി, അധിപൻ. ധനവാൻ എന്നുള്ളതിന് ധനത്തിലെ സ്വാമി, വിദ്വാൻ എന്ന് പറഞ്ഞാൽ വിദ്യയ്ക്ക് സ്വാമി, ലോകഭരണം നടത്തുന്ന ആളിനെ രാജ്യത്തിന് സ്വാമി, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് ഇല്ലേ? അപ്പൊ സ്ത്രീകൾക്ക് സ്വന്തം ഭർത്താവിനെ തങ്ങളുടെ ഉടമസ്ഥൻ എന്ന രീതിയിൽ സ്വാമി എന്ന് വിളിക്കാറുണ്ട്.
അപ്പൊ ഈ രീതിയിലൊക്കെ ആണെങ്കിലും ഈശ്വര ഭക്തിയുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളോടും സന്ദർഭങ്ങളോടുമാണ് സ്വാമി എന്ന പദത്തിന് ഏറെ താതാത്മ്യമുള്ളത്. ഒരു സന്യാസിയെ നമ്മൾ സമൂഹം എന്താ വിളിക്കുന്നത്? സ്വാമി. അപ്പൊ മുൻപ് പറഞ്ഞ അർത്ഥത്തില് തന്നെ രണ്ട് ഉദ്ദേശത്തിലാണ്. കാരണം ഭൗതിക പ്രപഞ്ചം ഉപേക്ഷിച്ച് ഏറ്റവും വലുതായിരിക്കുന്ന ആധ്യാത്മിക ലോകം അഥവാ മോക്ഷം എന്ന സാമ്രാജ്യത്തിന്റെ ഉടമയായിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരു സ്വാമിയെ എന്താ വിളിക്കുന്നത്? സ്വാമി. സന്യാസിയെ വിളിക്കുന്ന പേരാണ് സ്വാമി. കൂടാതെ ഏതൊരുവനാണോ തന്റെ ഇന്ദ്രിയങ്ങളെയും തന്റെ യജമാനൻ വേലക്കാരെ പോലെ എന്ന പോലെ നിലയ്ക്ക് നിർത്താൻ കഴിയുന്നത്, അങ്ങനെ ഒരു അധീശ സ്വരൂപത്തിന് ആ ഒരു ഇന്ദ്രിയ ജയം നടത്തിയ ഒരു യോഗിയെ സ്വാമി എന്ന് വിളിക്കാം. മറ്റൊന്നു കൂടിയുണ്ട്. ആരാണോ തന്നെ പൂർണ്ണമായിട്ട് സ്വായത്തമാക്കിയത്. എന്ന് പറഞ്ഞാൽ എന്താ? സ്വത്വത്തെ. നമ്മൾ സ്വാധിഷ്ഠാന ചക്രം എന്ന് പറയേണ്ട സ്വ അധിഷ്ഠാനം. അപ്പൊ സ്വത്വത്തെ സമ്പാദിച്ച, സ്വാംശീകരിച്ച എന്ന അർത്ഥത്തിലും സ്വാം എന്ന് പറഞ്ഞാൽ സ്വാമി. ഇനി ഇങ്ങനെ അനേക അർത്ഥങ്ങൾ നമുക്കിതിന് പറയാം. അപ്പൊ ഹിന്ദു പാരമ്പര്യം അനുസരിച്ച് നമ്മൾ എല്ലാ ഈശ്വരന്മാരെയും സ്വാമി എന്ന് വിളിക്കാറുണ്ട് ഇല്ലേ? ഉടയോൻ, ഉടയ തമ്പുരാൻ എന്നൊക്കെ പറയുന്ന അതേ അർത്ഥത്തിലാണ് ഈശ്വരൻ നമ്മുടെ ഭൗതികവും ആത്മീയവുമായിട്ടുള്ള എല്ലാത്തിനും ഉടമയാണ് ഭഗവാൻ. നമ്മൾ ശ്രീരാമനെ എന്താ വിളിക്കുന്ന? ശ്രീരാമസ്വാമി. കൃഷ്ണനെ ശ്രീകൃഷ്ണ സ്വാമി, മുരുകനെ സുബ്രഹ്മണ്യ സ്വാമി, ഹനുമാൻ സ്വാമി. അതുപോലെ നമ്മളെ ഭഗവാൻ അയ്യപ്പനെ എന്താ വിളിക്കുന്നത്? അയ്യപ്പ സ്വാമി അല്ലെങ്കിൽ സ്വാമി അയ്യപ്പൻ. ഇത് ആദരപൂർവ്വം വിളിക്കുന്നതാണ്. ഇനി ശരണം എന്നുള്ള വാക്ക് എന്താണ് അർത്ഥം? ചിലര് പറയുന്നു ശരണം എന്ന പദം ബുദ്ധ സംസ്കാരത്തിൽ നിന്ന് സ്വാധീനിച്ചാണെന്ന്. ഇത് വലിയൊരു അജ്ഞാനമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദേവിക്ക് ശരണ്യേ ത്രയംബകേ എന്നാണ് പറയുന്നത് അല്ലെ? ശരണാഗത ദീനാർത്ഥ പരിത്രാണ പരായണേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണീ നമോസ്തുതേ. ശ്രീരാമ ചരണം ശരണം, ഉമാ മഹേശ്വര ശരണം എന്നൊക്കെ നമ്മൾ പൗരാണിക കാലം മുതലേ ഉപയോഗിച്ചിരുന്നതാണ്. അപ്പൊ ശരണം എന്ന് പറഞ്ഞാൽ ശരണാഗതി എന്ന് തന്നെയാണ് അർത്ഥം. നമ്മുടെ ഹൃദയപൂർവമായിരിക്കുന്ന സമർപ്പണം അതിൽ വന്നെത്തിയിരിക്കുന്നു. വാസ്തവത്തില് അഭയം പ്രാപിക്കുക. ഇതാണ് ശരണം എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ സ്വാമിയെ ശരണം എന്ന് പറഞ്ഞാൽ എന്താണ്? അയ്യപ്പനോട് നമുക്ക് എന്താണ് പറയാനുള്ളത്? വേദാന്തങ്ങളും പുരാണങ്ങളും മഹാമന്ത്രങ്ങളിലൂടെ അഭ്യർത്ഥിക്കുന്ന അതേ കാര്യം തന്നെയാണ് നമ്മൾ സ്വാമിയെ ശരണമയ്യപ്പയിൽ ധ്വനിക്കുന്നത്. കാരണം ഈ 3 പദങ്ങളെ നമ്മൾ വ്യാഖ്യാനിക്കാല് എന്റെ ജീവനും ദേഹത്തിനും ആത്മാവിനും പ്രപഞ്ചത്തിനും നാഥനായിട്ടുള്ളവനെ, എന്റെ ജന്മവും ജീവിതവുമാകുന്ന മഹാക്ലേശങ്ങളിൽ നിന്ന്, അശുഭങ്ങളാകുന്ന ശത്രുക്കളിൽ നിന്ന്, അജ്ഞാനമാകുന്ന ദുഷ്പ്രവർത്തികളിൽ നിന്ന് എന്നെ മോചിപ്പിച്ച് നിത്യവും അങ്ങയുടെ അധീനത്തിലുള്ള ആത്മസാമ്രാജ്യത്തിന്റെ അധികാരിയായി എന്നെ കൂടെ ഉയർത്തണേ. ഇങ്ങനെ നമുക്ക് എടുക്കാം അല്ലെ? സ്വാമിയെ ശരണമയ്യപ്പ. അപ്പൊ വളരെ മനോഹരമായിരിക്കുന്ന നമ്മുടെ ആത്മാവിനെ, ശരീരത്തെ, മനോ ഇന്ദ്രിയങ്ങളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ആ ശബരീശന്റെ പാദത്തില്, ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാത്തിലും ഏത് രൂപത്തിലും ആവിർഭവിക്കാൻ കഴിവുള്ളവനാണ് ഭഗവാൻ ഇല്ലേ? ഈശ്വര സങ്കല്പം. ആ നിഷ്കളത്തിൽ നിന്ന് ആ ഒരു സകളമായിരിക്കുന്ന രൂപത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അയ്യപ്പനായിട്ടും വിഷ്ണുവായിട്ടും ശിവനായിട്ടും ദേവിയായിട്ടും എന്ത് ഭാവമാണോ നമുക്ക് കൊടുക്കുന്നത്, നമുക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോ വളരെ എന്താ പറയാ, സാർവത്രികമായിട്ട് നമുക്ക് എപ്പോഴും ചൊല്ലാൻ പറ്റുന്ന സ്വാമിയെ ശരണം എന്ന് പറഞ്ഞാൽ ആരെയാണോ നമ്മൾ സ്വാമിയായിട്ട് കാണുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ, ഈ നമ്മുടെ ശരീരത്തിന്റെ, ആത്മാവിന്റെ എല്ലാം ഉടമസ്ഥനാര്? ആ സ്വാമിയെ ഞാനിതാ ശരണാഗതി ചെയ്യുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് നോക്കേണ്ടത് ആദ്യം നമുക്ക് പ്രധാനം, പിന്നെ നമുക്ക് അതിന്റെ ഉൾഭാഗത്തേക്ക് പോകാം. ഇനി നമുക്ക് ഏറ്റവും പ്രധാനം ഈ വൃശ്ചിക മാസം എന്ന് പറയുന്ന 41 ദിവസം അല്ലെ? നമ്മൾ വൃശ്ചിക മാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ എന്താ പറയുന്നത്? ശബരിമല കാലം അല്ലെ? 41 ദിവസം വൃതാചരണം. അപ്പൊ അങ്ങനെ നമ്മൾ 41 ആ ദിവസത്തിന് ഒരു മണ്ഡലം എന്നാണ് പറയുന്നത്. മണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താണ്? 41 ദിവസങ്ങൾ വരുന്നത് ആധ്യാത്മികമായിട്ടുള്ള കണക്കിലാണ്. എങ്ങനെയെന്ന് നോക്കാം നമുക്ക്. പൗർണമിക്ക് ശേഷം പ്രതിപദം മുതൽ അടുത്ത പൗർണമി വരെ 30 ദിവസം, പിന്നെ ഏകാദശി വരെയുള്ള 11 ദിവസവും കൂടെ ചേരുമ്പോഴാണ് 41 ദിവസമാകുന്നത്. അപ്പൊ ശ്രീ അയ്യപ്പന്റെ ആരാധനയുമായിട്ട് മണ്ഡലത്തിന് എങ്ങനെയാണ് ഈ ബന്ധം? നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അയ്യപ്പ സങ്കല്പം ഹരിഹരാത്മകമാണെന്ന് നമ്മൾ കണ്ടു അല്ലെ? ഹരിയുടെയും ഹരന്റെയും പുത്രനാണ്. അതായത് ശിവന്റെയും വിഷ്ണുവിന്റെയും അംശസ്വരൂപങ്ങളാണെന്ന് അർത്ഥം. ഇപ്പൊ 41 എന്ന് എഴുതുമ്പോൾ 4, 1 ഈ സംഖ്യകളിൽ 4 എന്ന് പറയുന്നത് വിഷ്ണു രൂപമാണ്, 1 എന്ന് പറയുന്നത് ശിവസ്വരൂപമാണ്. അപ്പൊ ഇരട്ട സംഖ്യ എപ്പോഴും വൈഷ്ണവ പ്രതീകവും ഒറ്റ സംഖ്യ ശൈവ പ്രതീകവുമാണ്, നമുക്കറിയാം അല്ലെ? 4 എന്നത് വിഷ്ണുവിനെ സൂചിപ്പിക്കുമ്പോൾ വിഷ്ണുവിന്റെ സ്വരൂപം തന്നെ എന്താണ്?
ചതുർബാഹുധാരിയാണ്, ചതുർവേദസ്വരൂപിയാണ്, ചതുർദശഭുവനങ്ങൾക്ക് നാഥനാണ്, ശംഖ്, ചക്രം, ഗദ, പത്മം എന്നീ 4 ആയുധങ്ങൾ ധരിച്ചവനാണ്. അല്ലെ? പഞ്ചഭൂതങ്ങളിൽ 4മത്തതായിട്ടുള്ള ജലത്തില് ആധിപത്യം ചെയ്യുന്നതാണ്. ഇപ്പൊ പ്രപഞ്ചത്തിൽ 4 ദിശകളിലേക്ക് വ്യാപിച്ചവനാണ്. നമുക്ക് വൈഷ്ണവ മന്ത്രങ്ങളിലെ അക്ഷരസംഖ്യ 4ന്റെ ഗുണിതങ്ങളാണ്. 8, 12, 16, 32 ഇങ്ങനെയാണ് പോകുന്നത്. എന്നാൽ 1 എന്ന് പറയുന്നത് എന്താ? സാക്ഷാൽ ശിവസ്വരൂപമാണ്, ഏകനാണ്. ഏകനും നിർവികാരനും നിർവികൽപ്പനും ദേവന്മാരുടെ ദേവനുമായിരിക്കുന്ന മഹാദേവൻ സൃഷ്ടിയുടെ മുൻപും സംഹാരത്തിന് ശേഷവും അവ്യക്തനായിരിക്കുന്നു. അദ്ദേഹം ഏകനാണ്, അല്ലെ? എന്നും നിലകൊള്ളുന്നവൻ എന്നർത്ഥം. ആ ബ്രഹ്മസ്വരൂപിനെയാണ് നമ്മൾ ഏകം എന്നതിന് പറയുന്നത്. ആ ഏകം സത് വിപ്ര ബഹുധാ വദന്തി. ആ ഒന്നിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്, ഇല്ലേ? ആ ആ ഏകം എന്നുള്ളതിന് സത്യം എന്നും അർത്ഥമുണ്ട്. കൂടാതെ ഈശ്വരൻ എന്നും ഓംകാരം എന്നും ഒന്നിനെ സൂചിപ്പിക്കാവുന്നതാണ് നമുക്ക്. ഇത് ഈ ശരിക്കും പറഞ്ഞ ഇത് ശങ്കരവാച്യമാണ്. പഞ്ചഭൂതങ്ങളിൽ ഒന്നാമത്തതായിരിക്കുന്ന ആകാശം എന്ന് പറഞ്ഞാൽ എന്താ? ശിവസ്വരൂപമാണ്. ചിദംബരം ആകാശ സ്വരൂപമാണ് ഭഗവാന്റെ, അല്ലെ? ഇങ്ങനെ 4, 1 എന്ന് സംയുക്തമായിട്ട് 41 എന്ന് പറയുമ്പോൾ ഇവരെ കൂട്ടിയിണക്കാൻ അവരിൽ നിന്ന് ഉൽപ്പന്നമായ, അതായത് ഹരിഹര തനയൻ അയ്യപ്പൻ 4 എന്ന വിഷ്ണു തത്വത്തിന്റെയും 1 എന്ന ശിവതത്വത്തിന്റെയും സമന്വയമാണ്. ഇനി നമുക്ക് ഇതിന്റെ മന്ത്രശാസ്ത്രപരമായിട്ട് നോക്കാം. മന്ത്രശാസ്ത്രപരമായിട്ട് 41 വളരെ പ്രാധാന്യമുള്ള ഒരു സംഖ്യയാണ്. കാരണം 4ഉം 1ഉം കൂട്ടിയാൽ 5 കിട്ടും. 4ൽ നിന്ന് 1 കുറച്ചാൽ 3 കിട്ടും, അല്ലെ? 3, 4, 5 ഈ ഘടന പ്രപഞ്ചത്തിന്റെ സൂത്രവാക്യമാണ്. 3 എന്നുള്ളത് കാലത്തിന്റെ സ്വരൂപം, അതായത് ഇന്നലെ, ഇന്ന്, നാളെ. 4 എന്നുള്ളത് ലോകത്തിന്റെ രൂപം, എന്താണ്? 4 ദിശകള്, അല്ലെ? 5 എന്നുള്ളത് ആ ലോക നിർമ്മാണത്തിനുള്ള പഞ്ചഭൂതങ്ങള്, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. അങ്ങനെ 41ന്റെ സ്വരൂപത്തില് പ്രപഞ്ച രഹസ്യത്തെ നമുക്ക് ക്രോഡീകരിക്കാം. മാത്രമല്ല മണ്ഡലം എന്ന വാക്കിന് ലോക സ്വരൂപം എന്നും അർത്ഥമുണ്ട്. അപ്പോ ഈ അഖിലാണ്ട മണ്ഡലം, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച ഒരു പാട്ടാണ്, അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി, ഇല്ലേ? അപ്പൊ അത് നമ്മൾ നോക്കണം. പൂജയ്ക്ക് കളമെഴുതിയാൽ നമ്മൾ അതിനെ മണ്ഡലം തയ്യാറാക്കി എന്നാ പറയാറുള്ളത്. വായുമണ്ഡലം എന്ന് നമ്മൾ പറയാറുണ്ട്, ഇല്ലേ? കാരണം ഇനിയിപ്പോ മത്സരം, നമ്മൾ ഭൂമിയിലെ ഒരു പ്രധാനം, നമ്മളിന്ന് അറിയപ്പെടുന്ന എന്താ? നിയോജക മണ്ഡലം, ഇല്ലേ? നമുക്കറിയാം, വോട്ട് രേഖപ്പെടുത്തുന്ന ആൾക്കാർ താമസിക്കുന്ന ഇന്ന നിയോജക മണ്ഡലം. അപ്പോ ഈ മണ്ഡലം എന്ന് പറഞ്ഞാല് 41 ദിവസത്തെയാണ് നമ്മൾ മണ്ഡലകാലം എന്ന് പറയുന്ന ഒരു രഹസ്യം ഇതിനകത്തുണ്ട്. കാരണം എന്താ? കാലത്തിന്റെയും ലോകത്തിന്റെയും ഒരു സമന്വയത്തെയാണ് നമ്മൾ മണ്ഡലം എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ 41 ദിവസം അടങ്ങുന്ന ഒരു മണ്ഡലം ഹരിഹരാത്മജനായിരിക്കുന്ന ശ്രീ അയ്യപ്പന്റെ ഉപാസനയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ് എന്ന് സിദ്ധിക്കുന്നു. അപ്പൊ ഈ ഹരിഹരാത്മജത്വം മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കാം നമുക്ക്. 41 എന്നുള്ളത് 10 × 3 30, അല്ലെ? പ്ലസ് 11 അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. 10 വിഷ്ണുവാണ്. കാരണം ദശദിക്കുകൾക്ക് അധിപതിയായിട്ട് ദശപ്രാണികളുടെ ഉടമ ദശാവതാരങ്ങൾ എടുത്തത് അത്യധിഷ്ഠ ദശാങ്കുലം, ലോകം മുഴുവനും നിറഞ്ഞ് 10 അങ്കുലം വികസിച്ചാൽ വിഷ്ണു എന്നത് പുരുഷ സൂക്തം പറയുന്നു. ഇതൊക്കെ നമുക്ക് 10നെ വിഷ്ണു സ്വരൂപമായിട്ട് കാണാം. 3 എന്നതിന് നമുക്ക് ആധ്യാത്മിക ജ്ഞാനികൾക്ക് എളുപ്പത്തിൽ ഉത്തരവുണ്ട്. കാരണം എന്താ? ത്രിഗുണങ്ങൾ, അല്ലെ? അതായത് മായാശക്തി. അപ്പൊ 3 10നോടൊപ്പം ഗുണിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? അപ്പൊ പുരുഷനായിരിക്കുന്ന വിഷ്ണു അത് 10, മായാശക്തി കൊണ്ട് × 3, അല്ലെ? അപ്പൊ മായ സ്ത്രീയായിട്ട് തീർന്നു അവിടെ, ഇല്ലേ? അതാണ് മോഹിനി എന്ന് പറയുന്ന വേഷം. അതായത് 10 × 3 30, മോഹിനി അവതാരം എന്ന് നിസ്സംശയം നമുക്ക് ഇതിൽ നിന്ന് പറയാം. 11 എന്ന് പറയുന്നത് രുദ്രസ്വരൂപമാണ്, ഏകാദശ രുദ്രന്മാര്. ഇപ്പൊ ശിവന് പ്രധാനപ്പെട്ട രുദ്രപാഠം 11 മന്ത്രങ്ങളാണ്. ഇപ്പൊ രുദ്രൻ ശിവൻ തന്നെയാണ്, അല്ലെ? അപ്പൊ 30 + 11 = 41. അപ്പൊ ഹരി എന്ന് പറഞ്ഞാൽ മോഹിനി പ്ലസ് ശങ്കരൻ, ഹരിഹര നന്ദനൻ അയ്യപ്പൻ. ഇപ്പൊ 41 എന്ന് പറയുന്ന സംഖ്യ സാഖ്യശാസ്ത്രപരമായിട്ടും യോഗശാസ്ത്രപരമായിട്ടും ആധ്യാത്മികമായിട്ടും അയ്യപ്പനുമായിട്ട് സംബന്ധം കാണുന്നത് വളരെ വളരെ എന്താ പറയാ, നമുക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു സത്യമാണ്. ഇനി നമുക്ക് വൃശ്ചിക മാസം എന്താണ്? ഈ വൃശ്ചിക പൊരുളിന്റെ പ്രാധാന്യം. വൃശ്ചികം എന്നാൽ വാസ്തവത്തിൽ അർത്ഥം തേളെന്നാണ്, അല്ലെ? അതിന്റെ സിമ്പൽ നോക്കണമെങ്കിൽ എന്താണ്? തേളം. ഇപ്പൊ ശബരിമല ഉപാസനാകാലം ശ്രദ്ധിച്ചാൽ കാണാം, വൃശ്ചിക മാസം 30 ദിവസവും ശേഷം ധനുവിന്റെ 11 ദിവസവും കൂട്ടുമ്പോഴാണ് 41 ദിവസം. ചിലപ്പോ 1, 2 ദിവസങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാവുന്നതാണ്. ഇപ്പൊ വൃശ്ചികവും ധനുവും, അതായത് തേളും വില്ലും, അപ്പൊ പൂർണ്ണമായും ആധ്യാത്മിക പ്രതീകമാണിത്. മാത്രമല്ല ഈശ്വര ആരാധനയുടെ ചില മർമ്മങ്ങൾ ഉൾപ്പെടുന്ന ആ ഒരു വിഷജീവിയാണ് തേള് അഥവാ വൃശ്ചികം. ഇത് ശത്രുവിനെ ആക്രമിക്കുന്ന സ്വഭാവമുള്ള ഒരു ജീവിയാണ്, അല്ലെ? തേള്
മറ്റൊരു ജീവിയുടെ ശരീരനാശം വരുത്താൻ കഴിവുള്ളതാണ്. ഇപ്പൊ ധനുസ് എന്ന് പറഞ്ഞാൽ എന്താ? വില്ല്. അതൊരു ആയുധമാണ്. ശത്രുവിനെ ദ്രോഹിക്കാനും കൊല്ലാനുമുള്ള അമ്പ് പ്രയോഗിക്കാനാണ് ധനുസ് ഉപയോഗിക്കുന്നത്. അപ്പൊ അയ്യപ്പന്റെ ലീലാപരിവേഷവുമായിട്ട് തേളിനും വില്ലിനും സമഗ്രമായിരിക്കുന്ന ഒരു ബന്ധമുണ്ട്. അയ്യപ്പൻ പുലിപ്പാല് തേടി യാത്രയായതിന് കാരണം എന്താണ്? കൊട്ടാരത്തിലെ കുതന്ത്രങ്ങളാണ്, നമുക്കറിയാം. അപ്പൊ തേള് പിന്നിൽ നിന്നും വിഷം കുത്തിവയ്ക്കുന്ന ജീവിയാണ്. അതുപോലെ ഉപജാപം എന്ന് പറയുന്ന വിഷം. ഉപജാപം എന്ന് പറഞ്ഞാൽ എന്താ? ആ കൊട്ടാരത്തിനകത്ത് നടന്ന ചില അവര് അറിയാതെ നടന്ന കുറച്ച് ഗോസിപ്സ് എന്ന് നമുക്ക് പറയാം, അല്ലേ? അപ്പൊ വിഷം കുത്തിവെക്കുന്ന ജീവി അതുപോലെ തന്നെ കൊട്ടാരത്തിനകത്ത് എന്ത് നടന്നു? ഉപജാപക സംഘം ഉപജാപം ഉണ്ടാക്കി. ആ ഉപജാപം എന്ന വിഷം കുത്തിവെച്ച് മന്ത്രിയും രാജപത്നിയും വൃശ്ചിക മാസത്തെ പ്രതിനിധീകരിക്കുന്നു. അയ്യപ്പനാകട്ടെ ധനുഷ്ബാണം, അതായത് അമ്പും വില്ലും കൊണ്ടാണ് എന്താ കാട്ടിലേക്ക് പോയത്, അല്ലെ? മുന്നോട്ടുള്ള വിജയങ്ങളെല്ലാം അദ്ദേഹം കൊയ്തത് എന്താ? അമ്പും വില്ലും, പുലിപ്പുറത്തേറി അമ്പും വില്ലുമായിട്ടാ വരുന്നത്. അപ്പൊ അയ്യപ്പ ഭക്തന്മാർക്ക് സുപരിചിതമായിട്ടുള്ള കഥയാണിത്. തന്റെ സാന്നിധ്യം മലമുകളിൽ ഉണ്ടാകുമെന്ന് അയ്യപ്പൻ സൂചിപ്പിച്ചത് എങ്ങനെയാണ്? അമ്പയച്ചിട്ടാണ്. അങ്ങനെ അയ്യപ്പന്റെ ചരിത്രത്തിൽ ആദ്യവും അവസാനവും വൃശ്ചിക ധനു രൂപങ്ങളാൽ സമന്വയിക്കപ്പെട്ട് കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം ശബരി ഉപാസനയ്ക്ക് വൃശ്ചികം ധനു മാസങ്ങള് ചൂണ്ടിക്കാണിക്കാൻ കാരണം ഇത് തന്നെയാണ്. മറ്റൊന്ന്, വൃശ്ചികം ധനു മകരം എന്നീ 3 മാസങ്ങൾ ദക്ഷിണായനത്തിലെ അവസാന മാസങ്ങളാണ്. മകരമാസം മുതൽ ഉത്തരായനം ആരംഭിക്കും, നമുക്കറിയാം. അപ്പൊ ദക്ഷിണായന കാലം പൊതുവെ അശുഭത്വമുള്ളതാണ്. ദക്ഷിണായനത്തിൽ മരിക്കുന്നവർക്ക് പുനർജന്മം ഉണ്ടാകുമെന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു. അതുകൊണ്ട് ദക്ഷിണ അയന അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ ശക്തമായിട്ടിരിക്കുന്ന ദേവതാ ഉപാസന ഇല്ലെന്നുണ്ടെങ്കിൽ അക്കാലത്ത് സംഭവിക്കുന്ന അന്ത്യം ഹീനഗതിയിലേക്ക് ആത്മാവിനെ തിരിച്ചുവിടുമെന്നും ശാസ്ത്രം പറയുന്നുണ്ട്. അതുകൊണ്ട് അതിനൊരു വഴിത്തിരിവായിട്ട് കഠിനവും സംശുദ്ധവുമായിരിക്കുന്ന ആ ഒരു വ്രതപരിവേഷം, അതായത് വ്രത തപസ്സുകള് വൃശ്ചിക ധനുമാസങ്ങളിൽ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. ആ വ്രത തപസ്സുകൾക്ക് പറ്റിയ ഒരു പരിവേഷം അയ്യപ്പനും ശബരിമലയും ഉള്ള എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഈ മാസങ്ങളില് ആധ്യാത്മികമായിരിക്കുന്ന ആചരണങ്ങൾ വളരെ പ്രധാനമാണ് എന്ന് കാണിക്കുന്നു. ഇനി ജ്യോതിശാസ്ത്രപരമായിട്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ വൃശ്ചിക രാശി എന്ന് പറയുന്നത് 8ാമത്തെ രാശിയാണ്. അപ്പൊ ധനു 9ാമത്തെ രാശി. 8 എന്ന് പറഞ്ഞാൽ എന്താ? മൃത്യുവിനെ കുറിക്കുന്നു. മാത്രമല്ല വൃശ്ചിക രാശിയുടെയും മേടത്തിന്റെ അധിപൻ ചൊവ്വയാണ്. ചൊവ്വ എന്ന് പറഞ്ഞാൽ എന്താ? ശത്രുത, യുദ്ധം, പ്രകൃതിക്ഷോഭം എന്നിവയുടെ അധിപനാണ്. മനുഷ്യരാശിയിൽ ഈ മാസത്തില് വളരെ വലുതായിട്ടുള്ള ഭൗതിക ദോഷങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. അതിനെ തരണം ചെയ്യാൻ ഈശ്വരോപാസനയ്ക്ക് കഴിയും. അതുകൊണ്ട് കൂടിയാണ് വൃശ്ചിക മാസം ഉപാസനാ മാസമായിട്ടും ധനുമാസമാകട്ടെ വിജയത്തിന്റെ, ഭാഗ്യത്തിന്റെ പ്രതീകമായിട്ട് ഒരു സ്ഥാനവും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അധിപൻ ആരാണ്? വ്യാഴമാണ്, അല്ലെ? അപ്പൊ ഭൗതികവും ആധ്യാത്മികവുമായിരിക്കുന്ന മൃത്യുവിന്റെ 8ാം സ്ഥാനത്തു നിന്നും ഇവ രണ്ടിലേക്കുമുള്ള വിജയത്തിന്റെയും ഭാഗ്യത്തിന്റെയും സഞ്ചാരം, അതായത് വൃശ്ചിക മാസത്തിൽ നിന്ന് ധനുമാസത്തിലേക്ക് കടന്ന് പൂർണ്ണമാകുന്നത് ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ വൃശ്ചിക ലഗ്നത്തിൽ ധനുമാസത്തിന്റെ ഉത്രം നക്ഷത്രത്തിലാണ് അയ്യപ്പ ജനനം എന്ന് നമുക്കറിയാം. അടുത്തടുത്ത 2 മാസങ്ങളാണ് വൃശ്ചികം ധനു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അയ്യപ്പ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. നമ്മൾ ഇത് വളരെ പ്രാധാന്യത്തോടെ സ്വീകരിക്കുന്നത് അതുകൊണ്ടാണ്. മാത്രമല്ല വൃശ്ചിക രാശിയുടെ സ്വാമിയായിരിക്കുന്ന ചൊവ്വ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രാണനാണ്, അല്ലെ? അഥവാ ജീവാത്മാവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ ധനുമാസത്തിന്റെ നാഥനായിരിക്കുന്ന വ്യാഴം എന്ന് പറഞ്ഞാൽ പരമാത്മാവ്, അതായത് ഈശ്വരനെ സൂചിപ്പിക്കുന്നു. നമുക്ക് ഒരു വേദാന്ത സത്യം എന്താണ്? പ്രണവോ ധനുഹു ശരോ ആത്മാ ബ്രഹ്മ താൻ ലക്ഷ്യമുച്ചതേ. നമ്മൾ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു വേദവാക്യാണിത്. അതായത് പ്രണവം, അതായത് ഓങ്കാരം വില്ലാക്കിക്കൊണ്ട് ആത്മാവിനെ ശരമാക്കി ബ്രഹ്മതത്വം എന്ന ലക്ഷ്യത്തിലേക്ക് തൊടുത്തു വിടണം. അപ്പൊ ചൊവ്വയായിരിക്കുന്ന ജീവഭാവത്തിൽ നിന്ന് വ്യാഴമാകുന്ന ദേവഭാവത്തിലേക്ക് ലക്ഷ്യം വെച്ച് നീങ്ങുന്നതിന്റെ പ്രതീകമാണ് വൃശ്ചികത്തിൽ നിന്ന് ധനുവിലേക്കുള്ള സാധനാ സഞ്ചാരം. അപ്പൊ ധനുമാസം എന്തുകൊണ്ട് പൂർത്തിയാക്കുന്നില്ല എന്ന് ചോദിച്ചേക്കാം. ഉത്തരം വ്യക്തമാണ്. കാരണം ഈശ്വരനിലേക്ക് ചെല്ലുന്നത് ഈശ്വരനായിട്ട് തീരുക എന്നുള്ളതാണ്. ഈശ്വരനിൽ അവസാനിക്കുന്നു. അതിനെ മറികടക്കാൻ വേറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 41 ദിവസത്തെ മണ്ഡലകാലത്തിന്റെ പൂർണ്ണ ഭാഗവും വൃശ്ചിക മാസത്തിൽ നൽകുകയും ധനുമാസത്തിലെ കുറച്ചു ഭാഗം കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പൊ വൃശ്ചിക മാസം എന്താണ്, എന്തുകൊണ്ടാണ് ഈ അയ്യപ്പന്റെ ശബരിമല ദർശനം നമ്മൾ 41 ദിവസം എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലെ? ഇനി അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് 18 തത്വപ്പടികളാണ്. നമ്മൾ എല്ലാ ക്ഷേത്രത്തിലെയും പടികളെ നമ്മൾ സോപാനങ്ങൾ എന്നാ പറയുന്നത്. പക്ഷെ ഈ
ശബരിമലയ്ക്ക് 18 തത്വ സോപാനങ്ങളാണ് പറയുന്നത്. കാരണം ലോകത്തിലെ ഏറ്റവും അപൂർവമായിട്ടുള്ള ചാരുതയുള്ള ക്ഷേത്ര സങ്കല്പമാണ് 18 പടികള്, പൂങ്കാവനം എന്ന് വിളിക്കുന്ന മഹാവനം. ആ ഒരു ഈശ്വര ദത്തമാണത്. അപ്പൊ ശബരിമലയെ ചൂഴ്ന്നു നിൽക്കുന്ന 18 ഗംഭീര മലകള് നമുക്കറിയാം. അവയ്ക്കിടയിലുള്ള ഗഹനമായിരിക്കുന്ന ഒരു വനം, അതിന് മധ്യത്തിൽ ദിവ്യമായിരിക്കുന്ന ഒരു സ്ഥാനത്ത് 18 പടികൾ കടന്നെത്തുമ്പോൾ യോഗാരൂഢനായ സ്വാമിയുടെ പ്രതിഷ്ഠ. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത്? ഇതിനെ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു എന്താ പറയാ പ്രത്യേക രഹസ്യം ഇതിന്റെ പുറകിലുള്ളതായിട്ട് നമുക്ക് തോന്നാം അല്ലെ? എന്തോ ഒരു രഹസ്യാർത്ഥം ഇതിനകത്തുണ്ട്. നമ്മള് ആധ്യാത്മികതയില് 18 എന്നുള്ള എന്തിന്റെ സ്ഥാനം പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യം നോക്കാം എന്താണ്. അതായത് 108 അത് വളരെ പ്രസിദ്ധമായിട്ട് ഒരു കൽപ്പന ഹിന്ദു ധർമ്മത്തിലുണ്ട്. എന്താ? 108. നമ്മൾ എല്ലാ മന്ത്രങ്ങളും ജപിക്കുന്നത് എന്താണ്? 108 പ്രാവശ്യം ജപിക്കാൻ പറയും. എന്തുകൊണ്ടാണ്? ഇതിന് വലിയൊരു ആധ്യാത്മിക അർത്ഥം ഇതിന്റെ പുറകിലുണ്ട്. 1 എന്നത് പരമാത്മാവും 8 എന്നത് അഷ്ടസ്വരൂപമായിരിക്കുന്ന പ്രകൃതി. നമുക്കറിയാം ഭഗവാന്റെ അഷ്ടമൂർത്തികൾ അല്ലേ? വിഷ്ണുവിന്റെ പ്രകൃതിയാണ് അഷ്ടമൂർത്തിയായിട്ട് പറയപ്പെടുന്നത്. അപ്പൊ അഷ്ടസ്വരൂപമുള്ള പ്രകൃതി സംബന്ധമായിരിക്കുന്ന ജീവാത്മാവ്, ആ 0 മായാശക്തി. അങ്ങനെ 108 എന്നുള്ള 108ന്റെ കഥ നമുക്ക് ഈ വളരെ ഗഹന തത്വം ഉൾക്കൊള്ളുന്നതാണ്. ഇത് തന്നെയാണ് നമ്മുടെ ധർമ്മത്തിൽ 108 മണികളുള്ള മാല. നമ്മൾ ജപമാല എല്ലാം 108 മണികളാണ് ഇല്ലേ? അഷ്ടോത്തര നാമം എത്രയാണ്? 108. കൂടാതെ 4 വേദങ്ങള്, 20 സ്മൃതികള്, 18 പുരാണങ്ങള്, 64 തന്ത്രശാസ്ത്രങ്ങള്, 2 ഇതിഹാസങ്ങള്, എല്ലാം 108 അടിസ്ഥാന ഗ്രന്ഥങ്ങൾ. ഇവയെല്ലാം തന്നെ നമ്മുടെ ഹിന്ദു ശാസ്ത്രത്തിൽ വളരെയധികം പ്രസിദ്ധമാണ്. മഹാഭാരതത്തിന് പർവ്വങ്ങൾ 18 ഭഗവത്ഗീതയ്ക്ക് അധ്യായങ്ങൾ 18 അല്ലെ? അപ്പൊ 108ന്റെ മധ്യഭാഗത്തെ 0 നീക്കം ചെയ്താൽ 1 8 അടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? 18. അതായത് ശൂന്യരൂപിണിയായിരിക്കുന്ന മഹാശക്തിയെ ഒഴിവാക്കി കഴിഞ്ഞാൽ 8ന്റെ രൂപമാർന്ന ജീവന് 1ന്റെ സ്ഥാനമുള്ള ഈശ്വരനോടൊപ്പം ചേർന്ന് നിൽക്കാൻ സാധിക്കും. ഇതാണ് ഇതിന്റെ സൂചന. അപ്പൊ ചുരുക്കത്തിൽ 18 എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരത്തെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് എന്നർത്ഥം. പുരാണങ്ങൾ 18 വന്നതും അതുകൊണ്ട് തന്നെയാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈശ്വര സാമീപ്യം ലഭിക്കുന്ന ഏതിനെയും നമുക്ക് 18 എന്നുള്ള സംബോധന ചെയ്യാം. ശബരിമലയ്ക്ക് ആവരണമായിട്ട് 18 മലകളുണ്ട്. സ്വാമി ദർശനത്തിന് മുമ്പ് കടക്കുന്ന 18 പടികൾ വന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി കാണും ഇല്ലേ? അപ്പൊ 18ന് അനേക ആധ്യാത്മിക അർത്ഥങ്ങൾ കൽപ്പിച്ച് കാണുമ്പോൾ ഈശ്വരാരാധനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് അവയെല്ലാം എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. കാരണം എന്താ? പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന് പാടുന്നതിന്റെ ഗൂഢാർത്ഥം യോഗശാസ്ത്രപരമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്? നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന 6 പടികൾ തന്നെയാണ് അല്ലെ? താന്ത്രിക യോഗ മാർഗപ്രകാരം ശരീരത്തിന്റെ നട്ടലില് സുഷുമ്ന എന്നൊരു നാഡിയുണ്ടെന്നും ഈ നാഡിയിൽ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്ന 6 ചക്രങ്ങളുണ്ട് അല്ലെ? ഈ ഷഡ്ചക്രങ്ങൾ കടന്നു ചെല്ലുമ്പോൾ 7ാമതായിട്ട് സഹസ്രാരം എന്ന പരമപ്രാപ്തി സ്ഥാനമുണ്ട്. ശിരസിലാണ് ഇത് ഇരിക്കുന്നത്. ഇതാണ് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ എന്നുള്ള വരികളുടെ ഗൂഢാർത്ഥം. ഇനി നമുക്ക് കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് അപഗ്രഥിക്കുമ്പോൾ തന്ത്രശാസ്ത്രങ്ങൾ വിളംബരപ്പെടുത്തുന്ന മറ്റൊരു ശരീരശാസ്ത്ര രഹസ്യമാണ് ശബരിമല 18 പടികൾ. എന്താണെന്ന് നോക്കുകയാണെങ്കിൽ മൂലാധാരം മുതൽ ആജ്ഞാചക്രം വരെ നമ്മൾ മുമ്പ് പറഞ്ഞ 6 സ്ഥൂല ചക്രങ്ങള്, 4നും 5നും ഇടയ്ക്ക് ലംബിക എന്ന് പറയുന്ന ഒരു ഉപചക്രമുണ്ട്. അതിനുശേഷം നെറ്റി മധ്യത്തിലെ ആജ്ഞാചക്രം. ഇങ്ങനെ ഓരോ വിരൽ അകലം നെറ്റിത്തടത്തിലൂടെ മുകളിലേക്ക് അളന്നു പോവുകയാണെങ്കിൽ കൃത്യം 12ാമത്തെ ആ ഒരു വിരലിന്റെ തുമ്പെത്തുമ്പോൾ ശിരസിന്റെ മധ്യഭാഗം, അതായത് സഹസ്രാരം. അതുകൊണ്ട് 7ാമത്തെ ചക്രമായിട്ട് നമ്മൾ സഹസ്രാരത്തെ പറയുന്നു. ഇതിനെ ദ്വാദശാന്തി എന്ന് പറയാറുണ്ട്. 12ന്റെ അവസാനം എന്നാണ് തന്ത്രശാസ്ത്രത്തിൽ പറയുന്നത്. ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാക്കും. 6 ചക്രങ്ങൾക്കും 12 സ്ഥാനങ്ങൾക്കും പരിസമാപ്തിയിൽ എന്താ സംഭവിക്കുന്നത്? പരമാത്മാവിന്റെ സ്ഥാനം നമ്മൾ എത്തും. അതാണ് അതിന്റെ അർത്ഥം. 12 + 6 18 അല്ലെ? വാസ്തവത്തിൽ ഇത് യോഗശാസ്ത്ര രഹസ്യമാണ്. ധർമ്മശാസ്താവിന്റെ 18 പടികള് ഇതാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ശബരിമലയെ നമുക്ക് നട്ടെല്ലായിട്ടും ക്ഷേത്രത്തിലേക്കുള്ള വഴിയെ സുഷുമ്നാ നാഡിയായിട്ടും കണ്ടാല് 1ാം തൃപ്പടി ശരണമെന്റെ അയ്യപ്പ, സാധാരണ അയ്യപ്പ ഭക്തർ നമ്മൾ പാടാറുണ്ട് ഇല്ലേ? അതായത് മൂലാധാര ചക്രത്തെയാണ് അത് പറയുന്നത്. 2ാം പടി എന്താണ്? സ്വാധിഷ്ഠാനം. 3ാം പടി മണിപൂരകം. 4ാം പടി അനാഹതം. 5ാമത്തെ പടി ലംബിക. 6ാമത്തെ പടി വിശുദ്ധി. 7ാമത്തെ പടി ആജ്ഞ. 8ാമത്തെ പടി മുതൽ ബിന്ദു, അർദ്ധചന്ദ്രം, രോധിനി, നാദം, നാദാന്തം, ശക്തി, വ്യാപിക, സമന, ഉന്മന, മഹാബിന്ദു.
സഹസ്രാരം, ഇങ്ങനെയുള്ള 12 ഇടങ്ങളും ചേർന്ന് 18 പടികൾ അവസാനിക്കുമ്പോൾ സന്നിധാനം അഥവാ പരമാത്മാവിന്റെ ഇരിപ്പിടമായിരിക്കുന്ന സഹസ്രാരമായിട്ട് പരിണമിക്കുന്നു. ഇങ്ങനെ സങ്കല്പിക്കുകയാണെങ്കിൽ ശബരീപീഠത്തിന്റെ 18 പടികളുടെയും ആധ്യാത്മിക രഹസ്യം ഏത് ബാലന് പോലും മനസ്സിലാകുന്നതാണ്, അല്ലെ? നമ്മളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ഇതിന്റെ പൊരുൾ അറിയാതെ പോകുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ 5, പ്രാണനുകൾ 10, അന്ധകരണങ്ങൾ 3, അങ്ങനെ 5 + 10 + 3 18. ശരീരത്തിന്റെ സ്ഥൂല സൂക്ഷ്മ കാരണ ആവരണങ്ങളെ കടന്നുപോയി ആ ഉച്ചാവസ്ഥയിൽ ഇരിക്കുന്ന ഈശ്വരനെ ദർശിക്കുന്നു എന്ന് അഷ്ടാംഗ യോഗ സിദ്ധാന്തവും പറയുന്നുണ്ട്. ഈ 18 പടികളും അതാണ്. കാരണം ഇവിടെ ശ്രീ അയ്യപ്പന്റെ ധ്യാന രൂപം എന്തെന്ന് പറഞ്ഞാൽ തുരീയാതീത അവസ്ഥയാണ്. അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം എന്ന 5 അവിദ്യകളും, കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം എന്ന് പറയുന്ന 6 വികാരങ്ങൾ, നായാട്ട്, ചൂത്, സ്ത്രീസേവ, മദ്യപാനം, വാക്പൗരുഷം, ദണ്ഡപാരുഷം, അർത്ഥദൂഷണം എന്നീ സപ്തവ്യസനങ്ങൾ, ഇങ്ങനെ 18 ദുർവികാരങ്ങളെ അതിജീവിക്കുന്ന ധർമ്മ തത്വമാണ് ഈ 18 പടികൾ. ഇപ്പൊ ശരീരത്തിന്റെ അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്ന് പറയുന്ന 5 കോശങ്ങളും, അസ്ഥി, ജായതേ, വർത്തതേ, വിപരീയതേ, ജീര്യതേ, മർത്യതേ എന്ന് പറയുന്ന ശരീരത്തിന്റെ 6 അവസ്ഥകള്, രസം, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം എന്ന 7 ധാതുക്കളും ചേർന്ന് 18 ശരീര ഘടകങ്ങളെ അതിജീവിക്കുന്ന സങ്കല്പമാണ് 18 പടി എന്ന് പറയുന്നത്. പാതാളം മുതൽ സത്യലോകം വരെയുള്ള 14 ലോകങ്ങളും, അന്തരീക്ഷം, ആകാശം, അന്ധകാരം അതായത് നരകം, ജ്യോതിർമയം, പ്രകാശം എന്നിങ്ങനെ 4 അന്യലോകങ്ങളും ചേർത്ത് 18 സൃഷ്ടിഭൂമികളെ ഉല്ലംഘിക്കുന്നതും 18 പടികൾ കടക്കുന്നതിൽ നമുക്ക് പറയാം. ഇപ്പൊ പടികൾ സ്വയമേവ 18 പുരാണങ്ങളെ കുറിക്കുന്നു, 4 വേദങ്ങൾ, 6 വേദാംഗങ്ങൾ, 6 ദർശനങ്ങൾ, 2 ഇതിഹാസങ്ങൾ, ഇങ്ങനെ 18. 18 പ്രധാന സ്മൃതികളെയും പ്രമുഖമായിട്ടുള്ള 18 തന്ത്രശാസ്ത്രങ്ങളെയും ഇതിൽ പ്രതിനിധീകരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇതിന് അനുയോജ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത കൂടെ പറയാതെ ഈ ഭാഗം പൂർത്തിയാക്കാൻ പാടില്ല. കാരണം തന്റെ ക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ചും അതിന് 18 സോപാനങ്ങൾ ഉണ്ടായിരിക്കണമെന്നും ഭഗവാൻ ശ്രീ അയ്യപ്പൻ തന്നെ പന്തളം രാജാവിനോട് പറയുന്നതായിട്ട് ശ്രീഭൂതനാഥ ഉപാഖ്യാനത്തിലുണ്ട്. അതനുസരിച്ച് പടികൾ ആണ് 18 പടികൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾ 5, അഷ്ടരാഗങ്ങൾ 8, ത്രിഗുണങ്ങൾ 3, വിദ്യ, അവിദ്യ 2, ഇങ്ങനെയാണ്. പഞ്ചേന്ദ്രിയങ്ങൾ നമുക്കറിയാം: ചെവി, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്. അഷ്ടരാഗങ്ങൾ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഡംഭ, അസൂയ. ത്രിഗുണങ്ങൾ സത്വം, രജസ്, തമസ്. വിദ്യ എന്നത് എല്ലാ പാണ്ഡിത്യങ്ങളും. അവിദ്യ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഭോഗാസക്തികളും. അതായത് മേൽപ്പറഞ്ഞ 18ഉം പടിപടിയായി കടന്നെങ്കിൽ മാത്രമേ അതിനുപരിയായിരിക്കുന്ന ആ പരമാത്മ തത്വത്തെ ദർശിക്കാൻ കഴിയൂ എന്നർത്ഥം. വളരെ മനോഹരമായിട്ടുള്ള ഈ 18 പടികളുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു തത്വമസി എന്ന് പറയുന്ന പൂർണ്ണമായിരിക്കുന്ന പരബ്രഹ്മ തത്വത്തിലേക്ക് ഒരു ജീവന് ലയിക്കാൻ സാധിക്കും. നമുക്ക് ഇന്നിവിടെ നിർത്താം. അടുത്തതായിട്ട് നമുക്ക് വീണ്ടും ഈ ബാക്കിയുള്ള പടികളുടെ അർത്ഥം നമുക്ക് കാണാം. ഇന്നിവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.